സ്റ്റുഡന്റ് വിസയിൽ വരുന്നവർക്ക് UAE ജോലി കിട്ടൂല. അതിലൊരു സംശയം വേണ്ട. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് സ്റ്റുഡൻസ് ഇവിടെ UAE പഠിക്കാൻ വരാറുണ്ട്. അപ്പൊ എപ്പോഴും വരുന്ന ഒരു ചോദ്യമാണ്, സ്റ്റുഡന്റ് വിസയിൽ UAE ജോലി ചെയ്യാൻ പറ്റും? നമുക്ക് നൗഷാദ് ഖാനോട് ചോദിക്കാം, എന്താണ് അതിന്റെ ലീഗാലിറ്റി എന്ന്. നൗഷാദ് ഖാൻ, നമ്മൾ വാക്കിംഗ് ഇന്റർവ്യൂ ഒക്കെ വെച്ചിരുന്നല്ലോ, ഒരുപാട് സ്റ്റുഡന്റ് വിസയിലുള്ള ആളുകൾ വന്നിട്ട് ഞങ്ങൾക്ക് ഇതാ ഒരു NOC ഉണ്ട് എന്നൊക്കെ പറയും. എന്നിട്ട് NOC ഇങ്ങനെ കാണിച്ചു തരും. പക്ഷെ യഥാർത്ഥത്തിൽ ഈ NOC ലീഗലി അല്ല. ഇത് അവരുടെ കമ്പനിയുടെ, അവരുടെ യൂണിവേഴ്സിറ്റിയുടെ ലെറ്റർ ഹെഡിൽ, ഞാൻ പ്രത്യേക ഒരു യൂണിവേഴ്സിറ്റിയുടെ പേര് മെൻഷൻ ചെയ്യുന്നില്ല, പക്ഷെ എന്നാലും നാട്ടിലൊക്കെ വ്യാപകമായ പരസ്യങ്ങൾ കൊടുക്കുക. എന്താന്ന് പറഞ്ഞാൽ 6 മാസം നാട്ടിൽ പഠിക്കുക, 6 മാസം UAE പഠിക്കുക. ഈ കുട്ടികൾ പാവങ്ങൾ UAE പഠിക്കുക എന്നുള്ളത് വലിയ സംഭവമായിട്ട് ലക്ഷങ്ങൾ മുടക്കിയിട്ട് വരാം. ഇവിടുന്ന് ഒരു മാസം കൊണ്ട് നിങ്ങൾ 6 മാസം ഒന്നും വേണ്ട, നിങ്ങൾ ഭയങ്കര ബുദ്ധിയുള്ള കുട്ടികളാണ്, നിങ്ങൾക്ക് 6 മാസം ഒന്നും പഠിക്കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു മാസം കൊണ്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് എക്സാം ചെയ്ത് വരുത്തി തീർത്തുകൊണ്ട് UK എന്നൊക്കെ പറഞ്ഞിട്ട് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ആണ് കൊടുക്കുന്നത്. ഇതൊരിക്കലും എലിജിബിൾ അല്ല സർട്ടിഫിക്കറ്റ്. ഇവിടുത്തെ ഗോൾഡൻ വിസക്ക് ഒന്നും ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് അക്സെപ്റ്റ് ചെയ്യില്ല ഇവിടുത്തെ ഗവൺമെന്റ്. നമ്മളിപ്പോ ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളുടെ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ UGC അപ്രൂവ്ഡ് സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. UGC അപ്രൂവ്ഡ് ആണെങ്കിലും പഴയതുപോലെ ആളുകൾ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ സർട്ടിഫിക്കറ്റ് പഠിക്കാതെ കോളേജിൽ പോകാതെ എക്സാം എഴുതാതെ കിട്ടുന്ന സർട്ടിഫിക്കറ്റുകളുണ്ട് ചിലര് കൊടുക്കുന്ന മാർക്കറ്റിൽ. ആ സർട്ടിഫിക്കറ്റുകളൊന്നും ഇപ്പൊ ഇവിടെ അക്സെപ്റ്റ് ചെയ്യില്ല. കാരണം ഇവിടെ ഈക്വലൻസി സർട്ടിഫിക്കറ്റ് വേണം. ഈക്വലൻസി സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ ഏത് കോളേജിൽ നിന്ന് യൂണിവേഴ്സിറ്റിയുടേതാണോ സർട്ടിഫിക്കറ്റ്, ആ യൂണിവേഴ്സിറ്റിയിലേക്ക് ഈ സർട്ടിഫിക്കറ്റ് അയച്ച് വെരിഫൈ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പം വളരെ കൃത്യവും വ്യക്തവുമാണ്, സ്റ്റുഡന്റ് വിസയിൽ വരുന്നവർക്ക് UAE ജോലി കിട്ടൂല. അതിലൊരു സംശയം വേണ്ട. UAE ജോലി കിട്ടണമെങ്കിൽ അവര് ഡിപ്പെൻഡ് വിസക്ക് കിട്ടും. ഹസ്ബൻഡ് വിസ, ഫാദറിന്റെ വിസയിലൊക്കെ, സ്പോൺസർ വിസയിലൊക്കെ കിട്ടും. ഹസ്ബൻഡ് വിസ, ഫാദർ വിസ, 2 ഓപ്ഷനേ ഉള്ളൂ. മൂന്നാമതൊരു ബ്രദറിന് സ്പോൺസർ ചെയ്യാൻ പറ്റില്ല സിസ്റ്റർ, ഹസ്ബൻഡിന് സ്പോൺസർ ചെയ്യാം, ഫാദറിന് സ്പോൺസർ ചെയ്യാം, മദറിന് സ്പോൺസർ ചെയ്യാം. അതല്ലാതെ പിന്നെ ബ്രദറിനോ അല്ലെ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവിന്, കസിൻ ബ്രദറിനൊന്നും ആരെ സ്പോൺസർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ സ്റ്റുഡന്റ് വിസയിൽ വന്നാൽ നിങ്ങൾക്ക് പഠിക്കാം. പക്ഷെ ആരെങ്കിലും നിങ്ങളെ മോഹന വാഗ്ദാനങ്ങൾ തന്നിട്ട് നിങ്ങൾക്ക് സ്റ്റുഡന്റ് വിസയിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ജോബ് പ്ലേസ്മെന്റ് തരും, എന്നിട്ട് ഞങ്ങൾ പാർട്ട് ടൈം ജോബ് തരാം, അതൊക്കെ ഇല്ലീഗലാണ്. നിങ്ങൾ എവിടെയെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിൽ മിനിസ്ട്രി ഓഫ് ലേബേഴ്സ് ഒന്ന് ചെക്കിംഗ് വരും, 50,000 ദിർഹംസ് ഫൈന് വരും, നിങ്ങൾക്ക് ലൈഫ് ലോങ് ട്രാവൽ ബാൻ വരും. UAE നിങ്ങൾക്ക് വരാനേ പറ്റില്ല. കുറെ കുഞ്ഞുമക്കളെയാണ് കാണുന്നത്, 20-22 വയസ്സുള്ള കുട്ടികൾ ദുബായിൽ പഠിക്കാമെന്നും പറഞ്ഞിട്ട് നാട്ടിൽ 6 മാസം പല കോഴ്സുകളുടെയും പേരിൽ, പല കോളേജുകളുടെയും പേരിൽ, പല യൂണിവേഴ്സിറ്റികളുടെ പേരിൽ UAE ജോലി ചെയ്യാം പാർട്ട് ടൈം. നിങ്ങൾക്ക് പഠിച്ചുകൊണ്ട് ജോലി, അതാണ് പുതിയ ട്രെൻഡ്. ഈ ആളുകൾ UK പറ്റുന്നുണ്ട്, അങ്ങനെ ചെയ്യുന്നവരുണ്ട്. UK മറ്റേ യൂറോപ്യൻ കൺട്രീസിലൊക്കെ പറ്റുന്നുണ്ട്. UAE മിനിസ്ട്രി ഓഫ് ലോ അനുസരിച്ച് ഒരിക്കലും നിങ്ങൾക്ക് സ്റ്റുഡന്റ് വിസയിൽ പാർട്ട് ടൈം ആയിട്ടോ ഫുൾ ടൈം ആയിട്ടോ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ പറ്റായിരിക്കാം, എന്ന് ഓൺലൈൻ പോലത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു സ്ഥാപനത്തിൽ പോയി നിങ്ങൾക്ക് ജോലി ചെയ്യണമെങ്കിൽ ആ സ്ഥാപനത്തിലെ വർക്ക് പെർമിറ്റ് വേണം. അവിടുത്തെ വർക്ക് പെർമിറ്റ് വേണമെങ്കിൽ സ്റ്റുഡന്റ് വിസ അല്ലാത്ത ഏതെങ്കിലും സ്പോൺസർഡ് വിസയിലോ, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും, അതേപോലെ തന്നെ അടുത്ത ചോദ്യമാണ്, ഫ്രീ സോണിൽ വിസ ഉള്ളവർക്ക് മെയിൻലാൻഡിൽ വർക്ക് ചെയ്യാൻ വർക്ക് പെർമിറ്റ് കിട്ടൂല, ഫ്രീ സോൺ വിസ ഉണ്ടെന്ന് പറയും, അങ്ങനെയും പറ്റില്ല. ഈ 2 കാര്യങ്ങളും ശ്രദ്ധിക്കണം.